10% നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെയൊക്കെ കഴിവുകൾ ഒരു കുടത്തിനുള്ളിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ പുറംലോകം കാണിക്കാതെ വെച്ചിരിക്കുക. നമ്മൾ പുറംലോകം കാണിക്കാതെ വെച്ചിരിക്കുക. ഒരിക്കലും ഒരു സെയിന്റിനോട്, ഒരു സന്യാസിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, സ്വാമി ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദ്യം? എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരം വലിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കുന്ന അറേബ്യൻ മണ്ണല്ല ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത്, അല്ലെങ്കിൽ വലിയ രത്നങ്ങളുടെ ഗർഭം പേറി നിൽക്കുന്ന ആഫ്രിക്കൻ മണ്ണല്ല ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത്. മറിച്ച് ഈ ചോദ്യകർത്താവിനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ശ്മശാനത്തിലേക്കാ. എന്നിട്ട് പറയുന്നത് ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള മണ്ണ്. ഉപയോഗിക്കപ്പെടാതെ പോയ കഴിവുകൾ അടക്കം ചെയ്യപ്പെട്ട ഈ മണ്ണാ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത്. നടക്കാതെ പോയ സ്വപ്നങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഈ മണ്ണാ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത്. പറയാതെ പോയ പ്രണയങ്ങൾ അടക്കം ചെയ്യപ്പെട്ട, നൽകാതെ പോയ ചുംബനങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഈ മണ്ണാ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത്. നമ്മുടെയൊക്കെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുക. കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടൺ പോലും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ മുടി ഒതുക്കി വെക്കണം. ഒന്നുകിൽ ക്ലീൻ ഷേവ് താടി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ട്രിം ചെയ്തിട്ടുണ്ടാവും. പെൺകുട്ടികളോടും പറയാറുണ്ട്, പെൺകുട്ടികളുടെ അടുത്ത് ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് ഇറക്കുന്നത് കാണാനൊക്കെ ഒരു ഭംഗിയാണ്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് അഡ്മിറ്റബിൾ ഇൻ ആൻ ഇന്റർവ്യൂ. സോ അത് ക്ലിപ്പ് ചെയ്ത് വെക്കണം. ഓവർ ഹീൽഡ് ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ യൂസ് ചെയ്യാൻ പാടില്ല. ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. ലൈറ്റ് കളർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യണം. ലിപ് ലൈനർ യൂസ് ചെയ്യണം. നെയില് ക്ലീൻ ആയിരിക്കണം. ഇനി അതായത് നഖം നീട്ടുന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ, നെയിൽ കളർ, നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. ലൈറ്റ് സ്മെല്ലുള്ള, ലൈറ്റ് ഫ്രാഗ്രൻസ് ഉള്ള പെർഫ്യൂം യൂസ് ചെയ്യണം. ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾ നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറേ വസ്ത്രം അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ? മുടി ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ? ഒരു സംശയവുമില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ജോലി തരണോ വേണ്ടയോ എന്നുള്ളത് അത് അവരുടെ സ്വാതന്ത്ര്യം. 10 വേക്കൻസിക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്താല് 1000 ആളുകൾ അപ്ലൈ ചെയ്യും. അതിൽ 100 ആളുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് വിളിക്കുക. ഒരേ ക്വാളിറ്റി ഉള്ള, ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ള 100 ആളുകൾ ഇന്റർവ്യൂ ബോർഡിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇന്റർവ്യൂ ബോർഡിലുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുന്നത്, മുഴുവൻ ആളുകളും കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെ 90 ആളുകളെ ഒഴിവാക്കാമെന്നതാണ്. അപ്പൊ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന റെസ്യൂമിനെ താഴെ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ഷൂന്റെ ലേസ് കെട്ടിയിട്ടില്ല, അതിന്റെ പേരിൽ ഇന്റർവ്യൂ ഒഴിവാക്കും. അതുപോലെയാണ് ആകുമ്പം കൊടുക്കാൻ ധൈര്യമില്ലാത്ത ഒരു മരുന്നും ഒരു ഡോക്ടറും പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. ക്ലിയറാണോ? നിങ്ങൾക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ DXന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ വേറെ ആളോട് സജസ്റ്റ് ചെയ്താൽ മതി. പണ്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്ന സമയത്ത് ഞാൻ സ്ഥിരം ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ഹോട്ടലുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിന്റെ പേര് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ അത് പറയാത്തത്. സ്ഥിരം ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഒരു ദിവസം വേറൊരു ഫ്രണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് പോയ സമയത്ത് ഇതിന്റെ ഓർഡർ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിന്റെ ഓർഡർ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ രണ്ടാമത് പോയ സ്ഥലത്താ. മൂപ്പർക്ക് അവിടുന്ന് കഴിക്കാനുള്ള വിശ്വാസമില്ല. ഞാൻ അന്ന് നിർത്തിയത് ആ ഹോട്ടലിന്റെ ഭക്ഷണം. ക്ലിയറാണോ? കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഓരോ കോൾ എടുക്കാൻ പോകുന്ന സമയത്തും 3 ടൈപ്പ് പ്ലാനിങ് വേണം. ബിഫോർ കോൾ, ഡ്യൂറിങ് കോൾ, ആഫ്റ്റർ കോൾ. 3 തരത്തിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓരോ കോൾ എടുക്കാൻ പോകുന്ന സമയത്തും നിങ്ങളിപ്പം എന്റെ അടുത്ത് വരുന്ന പോലെ ആവരുത്. നിങ്ങൾ സജീന്റെ അടുത്ത് പോകുന്ന പോലെ ആവരുത്. നിങ്ങൾ ആലീസിന്റെ അടുത്ത് പോകേണ്ടത്. ആലീസിന്റെ അടുത്ത് പോകുമ്പോൾ ഉള്ള പോലെ ആവരുത് നിങ്ങൾ അജിത്തിന്റെ അടുത്ത് പോകും. അങ്ങനെ ഓരോരുത്തരുടെ ആളുടെ പോകുമ്പോഴും അവരുടെ ഒരു സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ് എന്നതിനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവുക. അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ട് കൃത്യമായ ധാരണ ഉണ്ടാവുക. അവരുടെ പെയിൻ പോയിന്റ് എന്തായിരിക്കും എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കോൾ, നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്, അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവുക. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ ബാഗ് കൊടുത്തിട്ട് എല്ലാവരുടെ അടുത്തും ഒന്നെല്ലാം ആവല്ലേ. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത്. ഓരോന്നിനും അവരർഹിക്കുന്ന രീതിയിലുള്ള ഓരോ ക്രൗഡിനും നിങ്ങൾ ആരെയാണോ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, ആരോടാണോ നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത്, ആ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഹോംവർക്ക് ഉണ്ടാവണം.
അവിടെ ഞാൻ എന്ത് പ്രൊഡക്റ്റാ പറയാൻ പോകുന്നത്, അവിടെ ഞാൻ ഏത് രീതിയിലാ പറയാൻ പോകുന്നത്. ചില ആളുകൾക്ക് മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു അവിടെ പോയിട്ട്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ക്ലിയർ ആണോ? ഈ 1500 ആളുകളിൽ എത്ര ആളുകളടുത്ത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആയിട്ട് പോയിട്ടുണ്ട്? അവസരങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ആ അവസരങ്ങൾ തിരിച്ചറിയാനുള്ള ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആരെയും പറ്റിക്കുന്നില്ല എന്നുള്ളത്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ അവരെ സഹായിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ അവർക്ക് നല്ല പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ അവർ സ്വീകരിച്ചോട്ടെ, വേണമെങ്കിൽ വേണ്ട. സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് മാത്രം അവർക്ക് നിങ്ങളോട് അവർക്കോ ഒരു വിരോധത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അവരുടെ അതൊന്നും പറയാന്നുള്ളത്. അവസരങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്, അത് കൃത്യമായിട്ട് തിരിച്ചറിയാറുണ്ട്. ആദ്യം കളക്ട് ഐഡിയാസ്, കളക്ട് ഡാറ്റ കളക്ട്. നമ്മുടെ ഫോൺ നമ്പർ, അതിൽ എത്ര ആള് ഈ ഡാറ്റ. ഈ ഒരു കാലഘട്ടത്തില് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ്. ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ്. അതന്നെയാണ് ഉദ്ദേശിച്ചത്. ഇതൊക്കെ ആരും ഉദ്ദേശിച്ചത്. ഞാൻ ഇന്നലെ പോണം വിചാരിച്ചേ, അപ്പോഴേക്കും അത് ഷിജി പോയിട്ട് അത് കളക്ട് ചെയ്തു. എത്ര സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്, എത്ര സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സോ അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ. നമ്മൾ എപ്പോഴാണോ തീരുമാനിക്കുന്നത്, എപ്പോഴാണോ ചെയ്യാൻ, ടുഡേ ഇസ് ദ ബെസ്റ്റ് ഡേ, നൗ ഇസ് ദ ബെസ്റ്റ് ടൈം. ഇന്നാണ് ആ ഏറ്റവും നല്ല ദിവസം, ഇതാണ് ആ ഏറ്റവും നല്ല സമയം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാറ്. പിന്നത്തേക്ക് മാറ്റി വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്ത തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാന്നുള്ളത്. സ്മാർട്ട്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഇപ്പൊ നമ്മളൊരു പ്രസന്റേഷൻ ആയിട്ട് നമ്മളിപ്പോ ഞങ്ങളുടെ DXനുമായി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ സാറ് മുമ്പേ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് ഒരു ഉഷാറില്ലാതെ, ഒരു ഉന്മേഷം ഇല്ലാതെ, അതായത് ഒരു എനർജി ഇല്ലാതെ നമ്മൾ ഒരിടത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളിലുള്ള എനർജി ആയിരിക്കും നമ്മൾ തീർച്ചയായിട്ടും ഇരിക്കുന്ന ഓഡിയൻസിന് നമ്മൾ പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോയ ആ വർക്ക് ശരിക്കും ഫേക്ക് ആണ്, അത് ഫെയിലാണ്. മറിച്ച് നമുക്ക് വലിയ കഴിവില്ല, നമ്മൾ വലിയ ആളൊന്നുമല്ല, എങ്കിലും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നല്ല ഉന്മേഷമുള്ള ആളാണ്, നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ സ്മാർട്ട്നെസ്സിൽ തന്നെ ഇരിക്കുന്ന ഓഡിയൻസിനെ നമുക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രസന്റേഷൻ നല്ല പോയിന്റ് ആട്ടോ. ഈ സ്മാർട്ട് എന്നതിനെ ഞാൻ ഒന്ന് കറക്റ്റ് അല്ലേ? റിസൾട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം, എഫേർട്ടിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളെ കുട്ടികളൊക്കെ ചിത്രം വരച്ചു കൊണ്ടുവരില്ലേ? ചിത്രം വരച്ച് അമ്മേന്റെ അടുത്ത് സന്തോഷത്തോടു കൂടി കണ്ടുവരില്ലേ? ആ ചിത്രം ബസ്സാണെന്ന് അവർ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ചേർത്ത് പിടിച്ച് പറയൂലേ, നന്നായിട്ടുണ്ട് കേട്ടോ കുട്ടി വരച്ചത്, അപ്പോഴേ അവർ പിന്നെ ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാ. സോ I appreciate effort. I grow together. എനിക്ക് ഒറ്റയ്ക്ക് വളരണ്ട, എന്റെ ടീമിന്റെ കൂടെ വളർന്നാൽ. എനിക്ക് ഒറ്റയ്ക്ക് വളരുമ്പോഴേ ആ വളർച്ചയ്ക്ക് ഒരു സുഖമില്ല. ഞാൻ വളരാൻ പോകുന്നത് എന്റെ ടീമിന്റെ കൂടെയാ. I grow together. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് പറയും. നിങ്ങൾ പറയും.